യഥാർത്ഥത്തിൽ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന പഴയ ഒരു കവിതയെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് മേയർ കഴിഞ്ഞ തവണ മേയർ വനിതാ കൗൺസിലർമാരെ ആക്രമിക്കുന്നു. ആ വനിതാ കൗൺസിലർമാർ വളരെ ദയനീയമായി കൗൺസിലിന് നല്ല വില അർപ്പിക്കുന്ന ജനപ്രതിനിധികളായതുകൊണ്ട് തന്നെ അവരുടെ ആ അവസ്ഥയിൽ പോലും അവർ അവിടെ വരുമ്പോൾ അദ്ദേഹം വിന്യസിച്ച പുതിയ ആൾക്കാർ, ചെമ്പഴന്തി ഉദയൻ തിരുവനന്തപുരം നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന ചെയർമാനാണ്. ഇത്തരത്തിലാണ് ഇദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിലെ കുട്ടികളുടെയും അതോടൊപ്പം വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇന്ന് വളരെ മൃഗീയമായി ആ ജനപ്രതിനിധികളെ ആക്രമിക്കുന്ന ചെമ്പഴന്തി ഉദയനെ നമ്മൾ കണ്ടു. എത്ര വിദഗ്ധമായാണ് അദ്ദേഹത്തിൻ്റെ ഷർട്ട് വലിച്ചു കീറി ആ വാർത്തയെ തിരിച്ചു വളച്ചൊടിച്ചത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കയ്യാങ്കളിയിലൂടെ ഞങ്ങളെയെല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ നഗരസഭ ഇങ്ങനെ ഭരിച്ചു പോകാം എന്നാണ് ബഹുമാനപ്പെട്ട മേയറും കൂട്ടാളികളും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനം ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണ്. ഞങ്ങളെല്ലാം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമാണ്. ഞങ്ങൾക്ക് കൗൺസിൽ ഹാളിൽ അതിനുള്ള ഒരു സാവകാശം കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ സുരക്ഷിതമായി ഇരിക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലെ ഗുണ്ടാ പ്രവർത്തനമാണ്. കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള സുഗതനെ പുറത്താക്കണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ കാപ്പ കേസിലെ പ്രതിയായ സുഗതിന്റെ നേതാക്കളെ കൂടെ അകത്താക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. മേയർ വി രാജേഷും അതോടൊപ്പം തന്നെ ചെമ്പഴന്തി ഉദയനുമൊക്കെ ഒരു ജനപ്രതിനിധിയാണെന്നുള്ള ബോധം ഉണ്ടാവണം. ആക്രമണം നിർത്തണം. സാവകാശമായി നമ്മുടെ ഈ സംവിധാനം തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ആ ഒരു രീതി ഞങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായി ഈ നിർണയ സമരം തുടരും. അതോടൊപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.